ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നാടൻ ചക്ക, നമുക്ക് വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് കുറച്ച്. അത് വെച്ചൊരു ചക്കയുടെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ കുറച്ച് മാത്രം ചക്ക ഞാൻ മിക്സിയിൽ വെച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്ന് കയ്യിലോളം മാവ് ഞാൻ അരിപ്പൊടിയാണ്, നൈസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ ചക്ക അരച്ചതിലേക്ക് നന്നായി മിക്സ് ചേർത്ത് കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. വെള്ളം പോരെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയേ. നമ്മൾ വാഴ ഇലയൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇലയൊക്കെ നല്ലപോലെ കഴുകാൻ മറക്കരുത്. കഴുകി തുടച്ച് വൃത്തിയായിട്ട് മാത്രം അട പരത്താൻ നിൽക്കുക. അപ്പോൾ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ അട പരത്തി റെഡിയാക്കി എടുക്കുക. കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുക തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ തൊട്ടടുത്തൊരു കപ്പിൽ പച്ചവെള്ളം സാധാ നോർമൽ വാട്ടർ എടുത്ത് വയ്ക്കുക. ഇടയ്ക്കൊന്ന് കൈ അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മളെ കയ്യിൽ നിന്ന് മാവ് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അട പരത്തുന്നതിനൊപ്പം തന്നെ നമ്മൾ ശർക്കരയൊക്കെ ചീകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അട പരത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെറുക്കി വെച്ച തേങ്ങയും ശർക്കരയും കൂട്ടി ആവശ്യത്തിന് ചേർത്ത് ഇല മടക്കി വയ്ക്കലാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം പരത്തിയെടുത്ത അടയിലേക്ക് ശർക്കരയും തേങ്ങയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരു വട്ടപാത്രത്തിൽ തുണി കെട്ടിയിട്ട് ആവി കയറ്റിയിട്ടാണ് അട ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് അട ഇങ്ങനെ വെച്ച് ഓരോ അടയും ചുട്ടെടുക്കാം. ഇതിലാവുമ്പോൾ ഒരു ഗുണമുണ്ട്, നമ്മൾ ഇഡ്ഡലി തട്ടിൽ വേവുന്നതിനേക്കാൾ വേഗത്തിൽ ആവി കയറി നമുക്ക് വേവിച്ചെടുക്കാൻ പെട്ടെന്ന് കഴിയും കേട്ടോ. അതുപോലെ നമ്മളത് അടയൊക്കെ ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കാലമൊക്കെ അല്ലേ, മക്കളൊക്കെ വെക്കേഷനായിട്ട് വീട്ടിലിരിക്കാവും അല്ലേ. എല്ലാവരും ചക്കയൊക്കെ വേസ്റ്റ് ചെയ്യുന്നതിന് പകരം എല്ലാതും പ്രയോജനപ്പെടുത്താൻ നോക്കുക. പച്ചയായാലും പഴുത്തായാലും നമ്മളെ മക്കൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഫുഡൊക്കെ, നല്ല ഫുഡ് മാക്സിമം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൂടാനും മറക്കല്ലേ. ഓക്കെ, ബൈ, താങ്ക് യു.